വിദേശത്ത് അധ്വാനിക്കുന്ന പ്രവാസി മലയാളികളുടെ ഏറ്റവും വലിയ സ്വപ്നം തങ്ങളുടെ സമ്പാദ്യം വരും കാലത്തേക്ക് സുരക്ഷിതമായി വളർത്തിയെടുക്കുക എന്നതാണ്. എന്നാൽ ഭൂരിഭാഗം പ്രവാസികളും തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ഇപ്പോഴും സാധാരണ ബാങ്ക് എഫ്ഡികളിലോ അല്ലെങ്കിൽ തുച്ഛമായ പലിശ മാത്രം നൽകുന്ന സേവിങ്സ് അക്കൗണ്ടുകളിലോ ആണ് സൂക്ഷിക്കുന്നത്. വാർഷിക നാണയപ്പെരുപ്പവും പണപ്പെരുപ്പത്തിന്റെ ഫലമായി രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവും കണക്കിലെടുക്കുമ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ കിടക്കുന്ന നിങ്ങളുടെ പണത്തിന്റെ യഥാർത്ഥ മൂല്യം വർഷം തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി മറ്റ് പരമ്പരാഗത നിക്ഷേപ മാർഗങ്ങളെയെല്ലാം പിന്തള്ളിക്കൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും നൽകിയിട്ടുള്ളത് സമാനതകളില്ലാത്ത വളർച്ചയാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുടെ ഈ സാമ്പത്തിക കുതിപ്പിൽ നിന്ന് പ്രവാസി മലയാളികൾക്ക് എങ്ങനെ കൃത്യവും സുരക്ഷിതവുമായ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലൂടെ കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യമായി പ്രവാസികൾ എന്തുകൊണ്ട് ഇന്ത്യൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കണം എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ GDP വളർച്ചയും ഉൽപാദന മേഖലയിലെ മുന്നേറ്റവും ഇൻഫ്രാസ്ട്രക്ചർ വികസനവും ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനികളുടെ വരുമാനത്തിൽ വലിയ വർധനവാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ നേരിട്ടുള്ള പ്രതിഫലനം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷം മുതൽ 15 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിലെ മുൻനിര ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ ശരാശരി 12% മുതൽ 18% വരെ CAGR റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു NRI അല്ലെങ്കിൽ NRO അക്കൗണ്ട് വഴി നടത്തുന്ന നിക്ഷേപങ്ങൾ കോമ്പൗണ്ടിങ്ങിന്റെ ശക്തിയാൽ ദീർഘകാലയളവിൽ വൻ തുകയായി മാറുന്നു. ഗൾഫിൽ ഇരുന്നു കൊണ്ട് തന്നെ മൊബൈൽ ആപ്പുകളിലൂടെയും ഡിമാറ്റ് അക്കൗണ്ടുകളിലൂടെയും പൂർണ്ണമായും സുതാര്യമായി നിക്ഷേപം നടത്താനും ഏത് സമയത്തും ആവശ്യാനുസരണം പണം തിരികെ പിൻവലിക്കാനും മ്യൂച്വൽ ഫണ്ടുകൾ വഴി സാധിക്കും. ഇനി ഒരു NRI എങ്ങനെയാണ് റിസ്ക് കുറച്ച് ഉയർന്ന ലാഭം നൽകുന്ന ഒരു മികച്ച പോർട്ട്ഫോളിയോ കെട്ടിപ്പടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പ്രായം, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, റിസ്ക് എടുക്കാനുള്ള ശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള അസറ്റ് അലോക്കേഷനാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഒരു സന്തുലിതമായ പോർട്ട്ഫോളിയോയിൽ 4 പ്രധാന മ്യൂച്വൽ ഫണ്ട് വിഭാഗങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നാമതായി, പോർട്ട്ഫോളിയോയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ ലാർജ് ക്യാപ് ഫണ്ടുകളോ അല്ലെങ്കിൽ Nifty 50 ഇൻഡെക്സ് ഫണ്ടുകളോ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ 100 കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഈ ഫണ്ടുകൾ കുറഞ്ഞ റിസ്കിൽ സ്ഥിരതയുള്ള 12% മുതൽ 14% വരെ റിട്ടേൺ നൽകാൻ പ്രാപ്തമാണ്. പോർട്ട്ഫോളിയോയുടെ 30 മുതൽ 40% വരെ തുക ഇത്തരം ഫണ്ടുകളിൽ ഉപയോഗിക്കാം. രണ്ടാമതായി, ഉയർന്ന വളർച്ച പ്രതീക്ഷിക്കുന്ന ഫ്ലെക്സി ക്യാപ് അല്ലെങ്കിൽ മൾട്ടി ക്യാപ് ഫണ്ടുകളാണ്. വിപണിയുടെ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ലാർജ്, മിഡ്, സ്മോൾ ക്യാപ് കമ്പനികളിൽ തുക വിഭജിച്ച് നിക്ഷേപിക്കാൻ ഫണ്ട് മാനേജർക്ക് സ്വാതന്ത്ര്യമുള്ളതിനാൽ ഇവ ഏതൊരു വിപണി അവസ്ഥയിലും മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുക. പോർട്ട്ഫോളിയോയുടെ 25 മുതൽ 30% വരെ ഇതിലേക്ക് മാറ്റിവെക്കാം. മൂന്നാമതായി, ദീർഘകാലയളവിൽ വൻതുക സമ്പാദിക്കാൻ സഹായിക്കുന്ന മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് ഫണ്ടുകളാണ്. വളർന്നു വരുന്ന ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഇത്തരം ഫണ്ടുകളിൽ ഹ്രസ്വ കാലയളവിൽ വലിയ വൊളാറ്റിലിറ്റിയും റിസ്ക്കും ഉണ്ടായിരിക്കുമെങ്കിലും 7 മുതൽ 10 വർഷത്തിലധികം നിക്ഷേപിക്കാൻ തയ്യാറുള്ള NRIകൾക്ക് 15 മുതൽ 20% വരെ വാർഷിക റിട്ടേൺ നൽകാൻ ഇവയ്ക്ക് സാധിക്കും. പോർട്ട്ഫോളിയോയുടെ 20 മുതൽ 25% വരെ തുക ഈ വിഭാഗത്തിൽ നിക്ഷേപിക്കാം. നാലാമതായി, വിപണിയിലെ പെട്ടെന്നുള്ള തകർച്ചകളിൽ നിന്ന് നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ സംരക്ഷിക്കാൻ ഹൈബ്രിഡ് ഫണ്ടുകളോ ഡെറ്റ് ഫണ്ടുകളോ ഉൾപ്പെടുത്താം. 10 മുതൽ 15% വരെ തുക ഇതിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് പോർട്ട്ഫോളിയോയ്ക്ക് മികച്ച ബാലൻസ് നൽകും. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോൾ പ്രവാസികൾ ഓർമ്മിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം ക്രമാനുഗതമായ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ SIP രീതി പിന്തുടരുക എന്നതാണ്. ഒറ്റത്തവണയായി വലിയ തുക വിപണിയിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ ഗൾഫിലെ ശമ്പളത്തിൽ നിന്ന് മാസം തോറും നിശ്ചിത തുക SIP വഴി നിക്ഷേപിക്കുന്നത് വിപണിയുടെ ചാഞ്ചാട്ടങ്ങളെ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് വഴി മറികടക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന്, മാസം തോറും 25,000 രൂപ വീതം 15 വർഷത്തേക്ക് 15% ശരാശരി റിട്ടേൺ നൽകാൻ മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ചെയ്താൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന 45 ലക്ഷം രൂപ 15 വർഷം കൊണ്ട് ഏകദേശം 1.68 കോടി രൂപയായി വളരും. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില സാങ്കേതിക നിയമവശങ്ങളുണ്ട്. നിങ്ങളുടെ NRI ബാങ്ക് അക്കൗണ്ട് വഴി നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്ന തുകയും ലാഭവും പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ NRO അക്കൗണ്ട് വഴിയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ അതിന് റിസർവ് ബാങ്കിന്റെ നിശ്ചിത നിബന്ധനകളും ബാധകമാണ്. കൂടാതെ മ്യൂച്വൽ ഫണ്ടുകളിലെ ലാഭത്തിന്മേൽ വരുന്ന ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നിരക്കുകൾ, TDA വ്യവസ്ഥകൾ എന്നിവ കൃത്യമായി മനസ്സിലാക്കി വേണം ഇൻവെസ്റ്റ്മെന്റ് തീരുമാനം എടുക്കാൻ. US, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ താമസിക്കുന്ന NRIകൾക്ക് FACTCA നിബന്ധനയുള്ളതിനാൽ ചില ഫണ്ട്
ഫണ്ട് ഹൗസുകളിൽ പരിധികൾ ഉണ്ടാകാം. എന്നാൽ GCC പ്രവാസികൾക്ക് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ യാതൊരു തടസ്സങ്ങളുമില്ല. ഗൾഫ് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പണം സമ്പാദിക്കുക എന്നതിലുപരി പണം കൊണ്ട് പണമുണ്ടാക്കുക എന്ന സാമ്പത്തിക തത്വം പ്രവാസികൾ നടപ്പിലാക്കണം. ഡയറക്ട് പ്ലാനുകൾ തിരഞ്ഞെടുത്ത് ചെലവനുപാതം കുറയ്ക്കാനും പ്രൊഫഷണൽ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായത്തോടെ കൃത്യമായ ഇടവേളകളിൽ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇന്ന് തന്നെ കൃത്യമായ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ കെട്ടിപ്പടുക്കാൻ ആരംഭിക്കൂ. ഇതൊരു നിക്ഷേപ ഉപദേശമല്ല. ഏതെങ്കിലും തരത്തിൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം നിലയിൽ പഠനം നടത്തുക.